കുമാർ സാറാണ്. നമ്മുടെ +1 +2 സേ ഇംപ്രൂവ്മെന്റിന്റെ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റിലൂടെ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും എന്നെ വിളിച്ചിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, സാറേ എപ്പോഴും സാറേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എന്ന് അതിൻ്റെയൊക്കെ എക്സാം എന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഇതൊക്കെ അറിയാത്ത കുറെ കൂട്ടരുണ്ടല്ലോ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങൾക്കിപ്പോ ഈ കാണുന്നവർ, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇത് എവിടോട്ടൊക്കെ എത്തിക്കാൻ പറ്റുന്നോ എത്തിക്കണം. കാരണം പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. എന്തുവാ, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്നും അറിയാൻ വയ്യാതെ സമയമെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ പരിപാടി കഴിഞ്ഞു. ഒരു വർഷം നഷ്ടപ്പെടുന്നത്. ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ രീതി തന്നെ മാറിപ്പോകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രത്യേകിച്ച് +2 റെഗുലർ വിഭാഗത്തു നിന്നും +2 പഠിക്കുന്നവരിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നില്ല എന്നുള്ള രീതി ഉള്ളവർ ഒത്തിരി ഉണ്ട്. ഒരിക്കലും അബദ്ധം കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. കാരണം അവരുടെ മനസ്സിൽ ഇത് എഴുതിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിതൊക്കെ എത്തി നമുക്ക് ആ ടൈമിലൊക്കെ നമുക്കിത് എഴുതാൻ പറ്റും. നിങ്ങൾ ഒരുവിധമൊക്കെ എഴുതാൻ പറ്റും. കഴിഞ്ഞ വർഷത്തിനേക്കാളും മോശം മാർക്കിനേക്കാൾ എന്തായാലുമൊക്കെ നമുക്ക് കൂടുതൽ വാങ്ങാൻ പറ്റും. അതുകൊണ്ട് ആ അബദ്ധം കാണിക്കരുത്. നമ്മൾ ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ, അതും കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2, 3 ഒക്കെ പലരും തോറ്റതിനും ജസ്റ്റ് പാസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. തോറ്റതിന് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ ഇച്ചിരിയൊക്കെ മാർക്ക് ഉള്ളതിനാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും. കാരണം നിങ്ങളിപ്പോൾ +2 പഠിക്കുന്നത്, +1 കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്, നന്നായിട്ട് എഴുതാനും പറ്റും. അതുകൊണ്ട് ആരുമേ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതിന്റെ സമയം ഇനി കുറച്ചേ ഉള്ളൂ. 23 ഇപ്പോൾ ആദ്യത്തെ ഫൈനോടുകൂടി കംപ്ലീറ്റ് ആകുന്നത്. മീൻസ് സാറ്റർഡേ, നാളെ. ഓക്കെ, ഇനിയും 28 സൂപ്പർ ഫൈൻ 600 രൂപ. എന്തിനാണ് നമ്മൾ അതുകൊണ്ട് കൊടുക്കുന്നത്? അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ തീരുമാനം എടുത്ത് അതാത് സ്കൂളുകളിൽ പോയി വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് മാത്രമേ എഴുതാവുള്ളൂ. ഇപ്പൊ +1 ഇംപ്രൂവ്മെന്റ്, ഇപ്പം കമ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ +1 ഇംപ്രൂവ്മെന്റ് എഴുതുന്നുള്ളെങ്കിൽ +1 മാത്രമേ എഴുതാവുള്ളൂ. +2ന്റെ കോളത്തിൽ ഒന്നും എഴുതരുത്. ഓക്കെ, ഇനി +2 മാത്രമേ എഴുതുന്നുള്ളെങ്കിൽ +2 മാത്രമേ എഴുതാവുള്ളൂ. +1ന്റെ ഇംപ്രൂവ്മെന്റിൽ ഒന്നും എഴുതരുത്. ഇനി രണ്ടും എഴുതുന്നെങ്കിൽ രണ്ടും എഴുതുകയും ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ +2 റെഗുലർ കുട്ടികളോട് പറയുന്നത്, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലൊക്കെ മാർക്ക് കുറവുള്ളതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവർ കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഭാഗ്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തായിരുന്നു, സെപ്റ്റംബർ മാസങ്ങളിൽ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫ്രീ ആയിട്ട്, മീൻസ് +2 ഒക്കെ കയറി കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, കുറച്ച് നാളല്ലേ ആയുള്ളൂ. അവർക്ക് ഫ്രീ ആയിട്ട് +1 ഇംപ്രൂവ്മെന്റ് ഒരു 10-20 ദിവസത്തേക്ക് പഠിക്കാൻ മാറ്റി വെച്ചാലും ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷെ മാർക്ക് നല്ല രീതിയിൽ കൂടെ +1 ഇംപ്രൂവ്മെന്റ് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഫ്രീനെസ് ഇപ്പൊ കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ പല കുട്ടികളും വിചാരിക്കുന്നത് എഴുതിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വിചാരിക്കരുത്. കാരണം നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതിന്റെ ടൈം അങ്ങ് തീരും. അന്നേരമായിരിക്കും നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്നും പഠിക്കാനുള്ള സാഹചര്യം കിട്ടുമെന്നൊക്കെ മനസ്സിലാവുന്നത്. അന്നേരത്തേക്ക് നമ്മുടെ ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇതിന് നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നാണ്. മാക്സിമം നിങ്ങൾ മറ്റുള്ള കുട്ടികളിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.